അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇടയാള വിവാദം കേരളത്തിൽ വീണ്ടും കത്തിപ്പടരുകയാണ്. ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ വെച്ചുകൊണ്ട് നടത്തിയ സുന്നി വിരുദ്ധമായ ചില പരാമർശങ്ങളാണ് വിവാദം കത്തിയാളുന്നതിലേക്ക് എത്തിച്ചത്. യഥാർത്ഥത്തിൽ ഇടയാള സിദ്ധാന്തം എന്നത് ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത്തരമൊരു സുന്ന ടോക്സുമായി വരുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് നേർപഥം വാരികയാണ്. 2024 ജൂലൈ 27 അഥവാ ഇന്ന് കൈപ്പറ്റിയ നേർപഥം വാരിക. ഇതിൽ അബ്ദുൽ മാലിക് സലഫി എഴുതുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ ഇടയാളനെ ആവശ്യമില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. ആദം നബി അലിഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള പ്രവാചകന്മാർ പഠിപ്പിച്ചതും ചെയ്തതും ഇക്കാര്യമാണ്. വിശുദ്ധ ഖുർആനിലെ മുഴുവൻ പ്രാർത്ഥനകളും അള്ളാഹുവിനോട് നേരിട്ടാണ്. ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട മുഴുവൻ പ്രാർത്ഥനകളും റബ്ബിനോട് നേരിട്ടാണ്. അള്ളാഹു നമ്മുടെ സമീപസ്ഥനാണ്. അവനിലേക്ക് എന്തിന് മറ്റൊരു ഇടയാളൻ? അള്ളാഹു പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫല്യസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. ഇവിടെ ഈ വിവാദ സമയത്ത് പുരകത്തുമ്പോൾ വാഴവെട്ടുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു തത്വമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുജാഹിദുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇടയാള സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹുവിലേക്ക് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനക്ക് നമ്മേക്കാൾ നല്ല ഒരാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. ഇത് ആർക്കും തർക്കമില്ലാത്ത ഇടയാള സിദ്ധാന്തമാണ്. ഇവിടെ ഈ വിവാദത്തിൽ പുരകത്തുമ്പോൾ വാഴവെട്ടുക എന്ന് ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിലേക്ക് ഇവർ കൊണ്ടുവന്ന ആയത്ത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന് പറയുന്ന ആയത്താണ്. അല്ലെങ്കിൽ ഇതിന് സമാനമായ മറ്റു ധാരാളം ആയത്തുകളാണ് ഇവർ കൊണ്ടുവരാറുള്ളത്. ഇതൊന്നും തന്നെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ മറ്റൊരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നതിനെയോ മറ്റുള്ളവരുടെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്യുന്നതിനെയൊന്നും നിഷേധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഏതായിരുന്നാലും ഈ അവസരത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന തവസ്സുൽ എന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്ന ലക്ഷ്യത്തിലാണ് ഇത്തരമൊരു ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പമുള്ളത് ഉവൈസ് അദനി വെട്ടുപാറയാണ്. ഇവിടെ ഞാൻ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ആ തവസ്സുലിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പുറത്തിറങ്ങിയ നേർപഥ മാലികയിൽ ഒരുപാട് ആയത്തുകളും ഹദീസുകളും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ നാം ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സുന്നികൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനെ എതിർക്കുക, അതിനുവേണ്ടി ഒരുപാട് ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനം ചെയ്യുന്നു. യഥാർത്ഥത്തിൽ അവർ ഓതിയ ആ ഒരു ആയത്തുകളും ആ ഒരു ഹദീസുകളും അവർ സുന്നികൾ ചെയ്യുന്ന തവസ്സുലിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഓതിയത് എങ്കിൽ പോലും അതിലൂടെ ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അംഗീകരിക്കുന്ന ദുആ കൊണ്ട് തവസ്സുൽ ചെയ്യുക, മറ്റൊരാളുടെ ദുആ ആവശ്യപ്പെടുക, അതൊരു ഇടയാളത്തെ തന്നെ സ്വീകരിക്കലാണല്ലോ. അതിനെയും എല്ലാം ഇവർ ഇതിലൂടെ എതിർക്കേണ്ടി വരികയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവർക്ക് എന്താണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക, അതിലുപരി സുന്നികൾ ചെയ്യുന്ന കർമ്മങ്ങളെ എതിർക്കുക എന്നത് മാത്രമാണ് ഇവിടെ ലക്ഷ്യം. അതല്ലാതെ എന്താണ് ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാട് എന്ന് പഠിപ്പിക്കലല്ല. കാരണം ലോക മുസ്ലിമീങ്ങൾ മുഴുവനും അംഗീകരിക്കുന്ന തവസ്സുലിനെയും ഇവരുടെ ഈ വിശദീകരണത്തിലൂടെ തള്ളപ്പെടേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് നാം യഥാർത്ഥത്തിൽ തവസ്സുൽ എന്ന് പറയുന്ന ആശയം, അല്ലാഹു സുബ്ഹാനഹു തആല ഇലാഹാണ്. ആ ഇലാഹിനോട് നാം ദുആ ചെയ്യാറുണ്ട്. ഇവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് അള്ളാഹുവിന്റെ ദുആഇന് ഇജാബത്ത് വളരെ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി ഒരുപാട് രൂപങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു വിഷയമാണ് ഒരു പ്രത്യേകമായ ആവശ്യങ്ങൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ ദുആ ആവശ്യപ്പെടുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയിലെ ഒരു ഇടയാളനെ നിശ്ചയിക്കലാണത്. അതേപോലെ തന്നെ വല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അതും ഒരു ഇടയാളത്തിനെ സ്വീകരിക്കലാണ്.
അതേപോലെ തന്നെയാണ് അസ്മാഉൽ ഹുസ്ന നമ്മൾ ചൊല്ലിക്കൊണ്ട്, വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞ വിഷയമാണ്. അസ്മാഉൽ ഹുസ്നയെ അള്ളാഹുവിന്റെ ഇസ്മുകളെ തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പൊ അള്ളാഹുവിനോട് നേരിട്ട് ദുആ ചെയ്യുമ്പോഴും ചില കർമ്മങ്ങളെയോ അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളെയോ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യുക എന്നുള്ള കാര്യം ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ച ഒരു ആശയമാണ്. അതിൽപ്പെട്ട ഒരു ആശയമാണ് മഹാത്മാക്കളായ അമ്പിയാക്കളെയും ഔലിയാക്കളെയും തവസ്സുലാക്കിക്കൊണ്ട് അവരുടെ ജാഹ് കൊണ്ടും ഹക്ക് കൊണ്ടും തവസ്സുലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന കാര്യം. നമ്മൾ ആദ്യം ഈ തവസ്സുലുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആദ്യം കേരളത്തിലെ മുജാഹിദുകൾ ഇന്ന് ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രധാനമായും കേരളത്തിൽ സംഘടനാപരമായി 3 വിഭാഗമാണ് വലിയ ഘടകങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന് മർക്കസുദ്ദഅവ വിഭാഗമാണ്, KNM മർക്കസുദ്ദഅവ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗം. രണ്ടാമത്തേത് CD ടവർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന KNM ആണ്. മൂന്നാമത്തേത് വിസ്ഡം വിഭാഗമാണ്. ഈ വിഷയത്തിൽ KNM മർക്കസുദ്ദഅവ വിഭാഗവും CD ടവർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന KNM-ഉം മുജാഹിദുകളുടെ പഴയ വാദം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അഥവാ മഹാന്മാരെ കൊണ്ട് അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടുള്ള തവസ്സുല് ഷിർക്കാണ് എന്നുള്ളത്. ഈ ഇടയാള വിവാദം വന്നതിന് ശേഷം തന്നെ KNM മർക്കസുദ്ദഅവ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രഭാഷകൻ ഇത്തരം തവസ്സുലിനെ കുറിച്ച് ഷിർക്കാണെന്ന് വ്യക്തമായി പറയുന്ന ഒരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. എന്താ അയാൾ പറഞ്ഞത്? ഏതൊക്കെ ആൾക്കാരങ്ങോട്ട് എടുത്ത് ഒറ്റ ശ്വാസത്തിലാണ് അണ്ട് പറയും. എന്നിട്ട് ഞാൻ അതിൻ്റെ മുമ്പര അക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പോരെ ബാക്കി കാര്യം പറയാൻ പോവുക. ഇത് ഇസ്ലാമല്ല, അത് ഷിർക്കാണ്. ഏറ്റവും കൃത്യമായ ഷിർക്കിലേക്ക് ജനങ്ങളെ എത്തിക്കുന്നതാ. അപ്പോൾ ഇദ്ദേഹം ഇവിടെ പറയുന്നത് വളരെ കൃത്യമാണ്. ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടുള്ള തവസ്സുല് ഷിർക്കാണ് എന്ന പഴയ വാദം തന്നെയാണ് ഇന്നും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനസ് മൗലവിയെ നമുക്കറിയാം, KNM CD ടവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന വലിയ നേതാവാണ്, പ്രഭാഷകനാണ്. 2013 ഈ KNM-ഉം വിസ്ഡം വിഭാഗവും തമ്മിലുണ്ടാകുന്ന ഫൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് അന്ന് ലബ്ബാദാരിമി ഇവരുടെ കൂടെയാണ്, വിസ്ഡം വിഭാഗത്തിൻ്റെ കൂടെയാണ്. ഈ ലബ്ബാദാരിയുമായിട്ട് ഇവർ ചെറിയൊരു സംവാദത്തിന് വേണ്ടി ഇരിക്കുകയുണ്ടായി. അന്ന് വിഷയം മറ്റു ചിലതായിരുന്നെങ്കിലും ഈ ചർച്ചയിലേക്ക് ഈ തവസ്സുലും കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് തവസ്സുലുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ കൃത്യമായി അനസ് മൗലവി പറയുന്നുണ്ട് തവസ്സുൽ ഷിർക്കാണ് എന്നുള്ളത്. ഈ ഒരു ക്ലിപ്പ് കൂടി നമുക്കൊന്ന് ആ വിഷയത്തിൽ കേൾക്കേണ്ടതുണ്ട്. ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു, വ്യക്തമായി പറയുന്നു. അതായത് ഒരു കബറിൽ കിടക്കുന്ന ആൾ, അയാൾ മഹാനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കബറിന്റെ അടുക്കൽ പോയി നിന്ന് ആ കബറിനൊരു ബഹുമാനം കൽപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കബറിൽ കിടക്കുന്ന ആൾ ബഹുമാനമുള്ളവനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ അള്ളാഹുവിലേക്ക് ഇയാൾ വഴി മുന്നിടുന്നു എന്ന് പറയുന്നത് ഷിർക്കാണ്. അത് കൃത്യമായി തന്നെ ഞങ്ങൾ എഴുതി തരാം, കൃത്യമായി തന്നെ ഞങ്ങൾ സമർത്ഥിച്ചും തരാം. അപ്പോൾ അനസ് മൗലവിയും ഇവിടെ കൃത്യമായി തന്നെ പറയുന്നത് മഹാന്മാരെ കൊണ്ടുള്ള തവസ്സുല് ഷിർക്കാണ് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് കേരളത്തിലെ മുജാഹിദുകൾ പണ്ടൊക്കെ വാദിച്ചിരുന്നത്. കേരള മുജാഹിദുകളുടെ പഴയ വാദം ഇത് തന്നെയാണ്. അതേസമയം വിസ്ഡം വിഭാഗം ഈ വിഷയത്തിൽ പുതിയ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പഴയ ഒരുപാട് വാദങ്ങൾ മാറ്റിയ കൂട്ടത്തിൽ ഈ തവസ്സുലുമായി ബന്ധപ്പെട്ട വിഷയവും വരുന്നുണ്ട്. അപ്പം എന്താണ് ഇന്ന് തവസ്സുലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പറയുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവരുടെ കൂട്ടത്തിലെ ഒരു വലിയ അറിയപ്പെടുന്ന പണ്ഡിതനാണ് യാസിർ ബിൻ ഹംസ മദീനി. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. വിഷയത്തിൽ നമുക്ക് എന്താണ് ഇന്ന് അവർ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. മരിച്ചുപോയ മഹത്തുക്കളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന അർത്ഥമാണോ? അതാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്ന തവസ്സുൽ. അത് ബിദ്അത്താണ്, അതൊരിക്കലും സലഫികൾ ഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് അയാൾ പറയുന്നത് മഹാന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടുള്ള തവസ്സുല് ബിദ്അത്താണ്. അതാണ് ഇപ്പോൾ ഇന്ന് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നത് അത് ഷിർക്കാണെന്നൊരിക്കലും കേരളത്തിലെ സലഫികൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഇതേ ആശയം ഫൈസൽ മൗലവി മുമ്പൊരിക്കൽ പ്രസംഗിക്കുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേൾക്കാം. അതുകൊണ്ട് തന്നെ തവസ്സുലാണ്, തവസ്സുൽ ബിദ്അത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ഷിർക്കാന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ചോദ്യം തന്നെ അവിടെ
അപ്രസക്തമാണ്. അപ്പോൾ ഇവിടെ ഫൈസൽ മൗലവി പറയുന്നത് എന്തെന്നെയാണ്? തവസ്സുൽ ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല, ബിദ്അത്താണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ പച്ചപ്പൊള്ളാണ്. അതെ, മുജാഹിദിന്റെ ഏത് വാദം നാം ചർച്ച ചെയ്യുമ്പോഴും ഇപ്പോൾ എന്ത് പറഞ്ഞു എന്ന് ചർച്ച വളരെ പ്രസക്തമാണ്, വളരെ പ്രസക്തമാണ്. ഇന്നലെ ഒന്നായിരിക്കും, മിനിയാന്ന് മറ്റൊന്നായിരിക്കും. ഇനി നാളെ പറയാൻ പോകുന്നത് ഇതൊന്നും അല്ലാത്ത പുതിയ തൈക്കാരം. അതെ അതെ, ഇത് അവരുടെ ഒരു ജനിതകമായ സ്വഭാവമാണ്. ഒരിക്കൽ പറഞ്ഞ് മാറ്റി പറയാം, തിരുത്തി പറയാം, വീണ്ടും മാറ്റി പറയാം, വീണ്ടും തിരുത്തി പറയാം. ഇതവർ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇവിടെ പലപ്പോഴും ഞാൻ ഈ വിഷയം ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അവർ അത്ഭുതത്തോടെ പറയും, ഞങ്ങൾ ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത്. ഇത് അറിയുന്നത് ആരാണ്? നേരത്തെ ഞാൻ ഇവർക്ക് ഇതിന്റെ പ്രൂഫ് കൊടുത്തിട്ടുണ്ടാവും. ഞാനിത് നേരത്തെ ഇവർക്ക് പ്രൂഫ് കൊടുത്ത് ചർച്ച ചെയ്ത ആൾക്കാരോട് തന്നെ വീണ്ടും ഇത് കൊടുക്കുമ്പോൾ അവർ പറയലും തന്നെയാണ് ശിർക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അതായത് പച്ചക്ക് നുണ പറയുക. ഇപ്പൊ ഈ ഫൈസൽ മൗലവി ആവട്ടെ, യാസിർ ബിൻ ഹംസ ആവട്ടെ, ഈ യാസിർ ബിൻ ഹംസക്ക് ഒരിക്കൽ വാട്സപ്പ് ചർച്ചയിൽ ഈ ക്ലിപ്പ് അദ്ദേഹം പറയുന്നതിന് മുമ്പേ ഇവർ ശിർക്കാണെന്ന് എഴുതിച്ച പുസ്തകം ഞാൻ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ചർച്ചയിൽ. എന്നിട്ടും പിന്നെ അദ്ദേഹം വീണ്ടും എന്ത് തന്നെയാണ് കണ്ണടച്ച് ഇരുട്ടാക്കുക എന്ന ആ ഒരു പൂച്ചയുടെ സിദ്ധാന്തം സ്വീകരിച്ചുകൊണ്ട് നുണ പറയുക എന്നതാണ് ഇവർ ചെയ്യുന്നത്. ഒരുപാട് കാലം കേരളത്തിൽ തവസ്സുല് ശിർക്കാണ് എന്നിവർ പറഞ്ഞു നടന്നിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് പുസ്തകങ്ങളിലുണ്ട്. പിന്നീട് അൽഹംദുലില്ലാഹ് നമ്മുടെ ഉസ്താദ്മാരുടെ സംവാദങ്ങളെ കൊണ്ടും മുഖാമുകളെ കൊണ്ടും അവർക്ക് വാദം മാറ്റേണ്ടി വന്നു. അതുപോലെ തന്നെ മാറ്റിയപ്പോ തന്നെ ഇവർക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. സന്ദർഭത്തിനനുസരിച്ചൊക്കെ നല്ലോണം മാറ്റും. ഒരു ചെറിയ മാറ്റമൊന്നുമല്ല വരുത്തുക, നല്ലോണം മാറ്റും. അപ്പൊ ശിർക്ക് നേരൊറ്റടിക്ക് വിദ്യാർത്ഥിയായി മാറുന്നു. ചെറിയൊരു മാറ്റമില്ലല്ലോ, വലിയ മാറ്റം. അതിനേക്കാൾ ഏറെ മാറ്റം വരുത്തിയിട്ടുണ്ട്. കറാഹത്ത് എന്ന് മാത്രം അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, തവസ്സുൽ ഒരു കാലത്ത് ശിർക്കായിരുന്നു, മറ്റൊരു കാലത്ത് വെറും കറാഹത്തായിരുന്നു. പിന്നെ അത് ബിദ്അത്താണ്. എന്താണോ അവർക്ക് അപ്പപ്പോ തോന്നുന്നത് അത് വിളിച്ച് പറയാന്നുള്ളതാണ് അവരുടെ സിസ്റ്റം. ഏതായാലും മുജാഹിദുകൾ തന്നെ ഒരുപാട് കാലം തവസ്സുൽ ശിർക്കാണെന്ന് പഠിപ്പിച്ചിരുന്നു. എന്നാൽ ഫൈസൽ മൗലവിയുടെ ക്ലിപ്പ് നമ്മൾ നേരത്തെ കേട്ടു, തവസ്സുൽ ശിർക്കാണെന്ന് മുജാഹിദ് പഠിപ്പിച്ചിട്ടേ ഇല്ല എന്ന്. എന്നാൽ മുജാഹിദുകൾ ഏതെല്ലാം കാലഘട്ടത്തിൽ ഏതെല്ലാം പുസ്തകങ്ങളിലാണ് തവസ്സുൽ ശിർക്കാണ് എന്ന് അവർ പഠിപ്പിച്ചത് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ ഒന്ന് വിശകലനം ചെയ്യാം. അൽമനാർ 2006 മെയ് മാസം അതിൻ്റെ 47-ാമത്തെ പേജിൽ അവർ എഴുതിയേക്കുന്നുണ്ട്. ഒട്ടേറെ ന്യായീകരണങ്ങൾ തവസ്സുൽ വാദക്കാർ ഉന്നയിക്കാറുണ്ടെങ്കിലും അതൊന്നും സ്വീകാര്യയോഗ്യമല്ല. ആയതിനാൽ മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള തേട്ടവും ഇത് ഇസ്തിഹാസയാണ്. ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് രോഗം ശിഫയാക്കണേ, ഞങ്ങൾക്ക് അവർ മുഖേന തുണയാകണേ എന്നൊക്കെ പ്രാർത്ഥിക്കൽ മതവിരുദ്ധവും മാതൃകയില്ലാത്തവയുമാണ്. ഇപ്രകാരം തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് കടുത്ത ശിർക്കാണ്. ബദരീങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു നീ ഞങ്ങളെ സഹായിക്കണേ എന്ന് പറയുന്നത് കടുത്ത ശിർക്കാണ്. ഇത് 2006 അൽമനാർ മാസികയിൽ അവർ എഴുതി വെച്ചതാണ്. കഴിഞ്ഞിട്ടില്ല. ഈ ലേഖനത്തിന്റെ അവസാനത്തിൽ വീണ്ടും 48-ാമത്തെ പേജിൽ പറയുന്നു, ആകയാൽ മരണപ്പെട്ടവരെ തവസ്സുലാക്കി പ്രാർത്ഥിക്കുന്നത് ഷിർക്കും പിഴച്ച മാർഗവുമാകുന്നു. ഇവിടെയും മരണപ്പെട്ട മഹാന്മാരെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യുന്നതിനെ ഷിർക്കായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ മുജാഹിദുകൾ ഒരു കാലത്തും തവസ്സുൽ ഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പച്ച നുണയാണ്. നമുക്കിവിടെ ബോധ്യമാണ്. ഇനി ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു സെയ്ദ് മൗലവി. ഇസ്ലാമിലെ എത്തിക്കണ്ണികൾ എന്ന പേരിൽ അദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലും ഈ തവസ്സുൽ ഷിർക്കാണ് എന്ന് തന്നെയാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. ആ പുസ്തകത്തിന്റെ 45-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതി വെക്കുന്നു, കൂടാതെ ബദരീങ്ങളെ കൊണ്ടുള്ള ഇടതേട്ടവും ഇതിലുണ്ട്, അത് ഷിർക്കും കുഫറുമാണ്. അപ്പൊ ബദരീങ്ങളെ കൊണ്ടുള്ള ഇടതേട്ടത്തിനെയും ഇവിടെ തന്നെയാണ് ഷിർക്കും കുഫറുമായിട്ടാണ് ഇസ്ലാമിലെ എത്തിക്കണ്ണികൾ എന്നവരുടെ പുസ്തകത്തിലും പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഇസ്ലാമിൻ്റെ അടിത്തറ തൗഹീദ് എന്ന കുഞ്ഞീദ് മദനിൻ്റെ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ 69-ാമത്തെ പേജിൽ പറയുന്നു, ഷിർക്കിൻ്റെ കവാടങ്ങൾ എന്ന പേരിൽ ഷിർക്കിൻ്റെ ഓരോ വിഷയങ്ങളെ ഇങ്ങനെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് പറയാണ്. 3-ാമത്തേത് മറഞ്ഞു പോയവരെ കൊണ്ട് തവസ്സുൽ ചെയ്യൽ. ഇതും ഷിർക്കായിട്ടാണ് ഇവർ പഠിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞിട്ടില്ല. വിശ്വാസകാര്യങ്ങൾ അള്ളാഹു എന്ന പേരിൽ അബ്ദുൽ ഹഖ് സുല്ലമി ആമയൂർ എഴുതി KNM പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകം. ഈ പുസ്തകത്തിന്റെ 329-ാമത്തെ പേജിൽ എഴുതുന്നത്, ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് രോഗം ശിഫയാക്കണേ, ഞങ്ങൾക്ക് അവർ മുഖേന തുണയാകണേ എന്നൊക്കെ പ്രാർത്ഥിക്കൽ മതവിരുദ്ധവും മാതൃകയില്ലാത്തവയുമാണ്. ഇപ്രകാരം തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് കടുത്ത ഷിർക്കാണ്. മഹാന്മാരെ കൊണ്ട് ബദരീങ്ങളെ കൊണ്ടൊക്കെ ഉള്ള തവസ്സുല് ഷിർക്കാണ് എന്ന് തന്നെയാണ് ഈ പുസ്തകത്തിലും അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ
കുഞ്ഞീദ് മദനിയുടെ ഇസ്ലാമിൻ്റെ ജീവൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഷിർക്കാകുന്ന കാര്യങ്ങളെയും തൗഹീദാകുന്ന കാര്യങ്ങളെയും 2 കോളമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ തൗഹീദ്, അതിൻ്റെ നേരെ എതിരിൽ ഷിർക്കാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇത് 2 കോളമായിട്ട് തന്നെ അദ്ദേഹം പുസ്തകത്തിൽ കൃത്യമായി എഴുതി വിവരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ 53-ാമത്തെ പേജിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ സ്ക്രീനിൽ കാണാം. മധ്യവർത്തികളൊന്നുമില്ലാതെ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുകയും ചോദിക്കുകയും ചെയ്യുക. ഇതാണ് തൗഹീദായിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത്. എന്നിട്ട് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഷിർക്കായിട്ട് പറയുന്നത് എന്താ? ഒരു പടപ്പിനെ മുൻനിർത്തിയോ അയാളുടെ ഹക്കോ ജാഹോ പറഞ്ഞുകൊണ്ടോ പ്രാർത്ഥിക്കുക. കൃത്യമായി ഹക്കോ ജാഹോ പറഞ്ഞുകൊണ്ട് വ്യക്തമായി തന്നെ അവർ പറഞ്ഞു. ഹക്ക് ജാഹ് മുഖേന പറഞ്ഞുകൊണ്ട് ഷിർക്കാണെന്ന് വ്യക്തമായി തന്നെ പുസ്തകം പഠിപ്പിക്കുന്നു. ഇതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്തും ഈ തവസ്സുൽ ഷിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടില്ല എന്ന് ഇന്നത്തെ പച്ച കളവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ടും ഇവര് പറയും എന്ത്? തവസ്സുൽ ഷിർക്കാണെന്ന് ഞങ്ങൾ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല, സലഫികൾ ഒരു കാലത്തും അങ്ങനെ വാദിച്ചിട്ടില്ല എന്നൊക്കെ. പച്ച നുണ പറയാ എന്നുള്ള ഒരു സിദ്ധാന്തം. എത്രമാത്രം നുണ പറയാൻ പറ്റുമോ അത്രയും നുണ പറയുക എന്നതാണ് ഇവരുടെ സ്ഥാപിത കാലം മുതൽക്ക് ഇന്ന് വരെ ഇവർ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മളിവിടെ നേരെ കാണുകയാണ്. അവര് ഷിർക്കാണെന്ന് ഒരുപാട് കാലം ഇവിടെ പഠിപ്പിച്ചു. ആ ഒരു പുസ്തകങ്ങളും കൃത്യമായി തന്നെ നമ്മളിവിടെ പരിചയപ്പെട്ടു. ഇനി അവർ കറാഹത്താണ് എന്നൊക്കെ ഒരുപാട് കാലം പറഞ്ഞിരുന്നു. ആ പുസ്തകം കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ ഒരു പക്ഷേ മുജാഹിദുകൾ തന്നെ ആശ്ചര്യപ്പെട്ടു പോകും, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണോ എന്ന വിഷയത്തിൽ. അതുകൊണ്ട് ആ പുസ്തകം കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ സന്തോഷമാണെന്ന് തോന്നുന്നു. ഇത് ഒതായിയും ഇസ്ലാഹി പ്രസ്ഥാനവും ഉമ്മർകുട്ടി ഹാജിയുടെ ഓർമ്മകൾ എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1974 നടന്ന കുണ്ടുതോട് സംവാദ വ്യവസ്ഥ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ നടക്കാതെ പോയ ഒരു സംവാദമാണ്, അല്ലെ സംവാദ വ്യവസ്ഥയാണ് കുണ്ടുതോട്. ഒരുപാട് വിഷയങ്ങൾ അന്ന് സംവാദത്തിന് വേണ്ടിയിട്ട് ഇരു വിഭാഗത്തിൻ്റെയും വാദഗതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ 3-ാമത്തെ വിഷയമായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ തവസ്സുലാണ്. നമുക്കത് അന്ന് ഇവരെഴുതി വെച്ച പുസ്തകത്തിൽ നിന്ന് നമുക്ക് നേരെ വായിക്കാം. 3, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലെങ്കിൽ ഹക്ക് കൊണ്ട് എൻ്റെ കുട്ടിയുടെ രോഗം മാറ്റിത്തരണമേ പോലെ മരിച്ചു പോയ മഹാത്മാക്കളെ ഇടയാളന്മാരാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൽ, അതുവഴി ആ പ്രാർത്ഥന നിറവേറ്റാൻ അള്ളാഹു നിർബന്ധിതനാകും എന്ന വിശ്വാസത്തോടെ ചെയ്താൽ ഷിർക്കും അല്ലാത്ത പക്ഷം കറാഹത്തുമാണെന്ന് മുജാഹിദുകൾ. അപ്പോൾ 2 കാര്യമാണ് ഇവർ ഈ തവസ്സുലുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അങ്ങനെ ദ്വാ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു തആല അത് നിറവേറ്റിത്തരാൻ നിർബന്ധിതനാകും എന്ന വിശ്വാസത്തോടെ. അതെന്തായാലും സുന്നികൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. അത് ഇതിനെ താഴെ സുന്നികളുടെ വാദം പറയുന്നിടത്ത് പറയുന്നുണ്ട്, തവസ്സുൽ അഥവാ മരിച്ചുപോയ മഹാത്മാക്കളെ ഇടയാക്കി അള്ളാഹുവിനോട് ദ്വാ ഇരക്കുന്നതിന്റെ അർത്ഥത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ അള്ളാഹു നിർബന്ധിതനാകുമെന്ന വിശ്വാസം സുന്നി മുജാഹിദുകൾക്കിടയിൽ തർക്കമില്ലാത്തതിനാൽ ആ ഭാഗം വാദപ്രതിവാദ വിഷയമാക്കേണ്ടതില്ലാത്തതും അള്ളാഹുവിനോട് അവർക്കുള്ള സാമീപ്യം കൊണ്ട് അള്ളാഹു കാര്യം നിർവഹിച്ചു തരുമെന്ന് കരുതിക്കൊണ്ട് ദ്വാ ഇരക്കൽ മുബാഹ് എന്ന് സുന്നികൾ. അപ്പോൾ ഇവിടെ വളരെ കൃത്യമാണ്. അങ്ങനെ ഒരു വാദം സുന്നികൾക്കും മുജാഹിദുകൾക്കും ഒന്നുമില്ല. തവസ്സുലാക്കിക്കൊണ്ട് ദ്വാ എന്നാൽ അള്ളാഹു തആല ഉത്തരം കൊടുക്കാൻ നിർബന്ധിതനാകും എന്ന വിശ്വാസം. അപ്പൊ ഇനി അതോടെ മാറ്റിവെച്ചു. അതില്ലെങ്കിൽ പിന്നെന്താണ്? അല്ലാത്ത പക്ഷം കറാഹത്തുമാണ്. അപ്പൊ ഇങ്ങനെ തവസ്സുലാക്കി ദ്വാരക്കുന്നത് കുണ്ടുതോട് വ്യവസ്ഥ എഴുതുന്ന സമയത്ത് ഇവർക്ക് എന്ത് മാത്രമാണ്? കറാഹത്ത് മാത്രമാണ്. വലിയൊരു അത്ഭുതം തന്നെയാണ് ഈ വിഷയം. ഒരു കാലത്ത് ശിർക്കായത് പിന്നീട് കറാഹത്താകുന്നു. ഈ കറാഹത്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലാതെ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ കറാഹത്താണ് ഇത് സംവാദത്തിന് വേണ്ടിയിട്ടാണ്. സംവാദത്തിന് ഷിർക്കാണെന്നുള്ള വാദം അല്ലെങ്കിൽ ബിദ്അത്താണെന്നുള്ള വാദമായിട്ട് വന്നാൽ എന്തായാലും പിടിച്ചിക്കാൻ കഴിയില്ല എന്നുള്ളത് ഓൽക്കറിയാം. അപ്പൊ അവരെന്ത് ചെയ്യാണ്? തരാതരം പോലെ വാദം മാറ്റിക്കൊണ്ട് സംവാദത്തിലേക്ക് വരിക. അത്രയേ ഉള്ളൂ. ഈ സംവാദത്തിന് ഇത് മാത്രമല്ല, എവിടെ സംവാദത്തിന് വരുന്ന സമയത്തും അവരവരുടെ സ്ഥാപിത വാദത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് സംവാദത്തിന് പൊതുവെ മുജാഹിദുകൾ വരാറുള്ളത്. ലാസ്റ്റ് നമ്മൾ തലപ്പാറയിൽ ചാറുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ കണ്ടത് അത് തന്നെയാണ്. ഷിർക്കാണ് എന്ന അവരുടെ പ്രഖ്യാപിത നയത്തിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു വിഷയമാണ് അവരവിടെ എഴുതിയത്. അപ്പൊ അതെന്തോ ആട്ടെ, കേരളത്തിലെ മുജാഹിദുകൾ തരാതരം പോലെയാണ് ഈ വിഷയത്തെ അന്നും ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഏറ്റവും വളരെ ഗുരുതരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ വാദിച്ചിരുന്ന ഒരു കാര്യത്തെ പച്ചക്ക് നിഷേധിക്കുക, നുണ പറയുക, ഒരു ഉളുപ്പില്ലാതെ പച്ചപ്പൊള്ള് പറയാം. ഈ ഒരു സിസ്റ്റാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു സമീപനമാണെന്ന് പറയാതെ വയ്യ. അത് ഒരാൾ എവിടെയെങ്കിലും അബദ്ധത്തിൽ പറയല്ല, അല്ലെ പഴയത് ഏതെങ്കിലും കാണാതെ പറയുന്നല്ല, പഴയത് ഇങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും
വ്യാപകമായിട്ടാണ് മുജാഹിദുകൾ എന്ത് ചെയ്യാറുള്ളത്? ഈ ഒരു നുണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. തവസ്സുൽ ശിർക്കാണെന്ന് ഞങ്ങളൊരു കാലത്തും വാദിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ തൽക്കാലം ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുജാഹിദുകൾ നേരത്തെ തവസ്സുലുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഇവരുടെ വൈരുദ്ധ്യങ്ങളും ഇവരുടെ വിരോധാഭാസങ്ങളൊക്കെ പരിണാമങ്ങളൊക്കെ ആളുകൾക്ക് കൂടുതൽ ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ആ വിഷയത്തിൽ എന്ത് തെളിവുകളാണ്, എന്ത് പ്രമാണങ്ങളാണ് നൽകാനുള്ളത് എന്നുള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. തവസ്സുൽ എന്ന ആശയം കൃത്യമായി തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് ദുആ ചെയ്യുന്ന അവസരത്തിൽ മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നു. ഇതാണ് ഇവിടെ തർക്കത്തിരിക്കുന്ന തവസ്സുൽ, ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തവസ്സുൽ. ഈ തവസ്സുൽ കൃത്യമായി തന്നെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹി അൽ വസീല. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനക്ക് തഖ്വയുള്ളവരാകണം. വബ്തഗൂ ഇലൈഹി അൽ വസീല, അള്ളാഹുലേക്ക് നിങ്ങൾ വസീലയെ നിശ്ചയിക്കണം, മധ്യവർത്തിയെ നിശ്ചയിക്കണം എന്ന് കൃത്യമായി തന്നെ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വസീല എന്നത് കൊണ്ട് സാധാരണ മുജാഹിദുകളൊക്കെ പറയാറുള്ളത് അത് സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് ഇവിടെ തർക്കിക്കുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ മഹാത്മാക്കൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയത്തെ എങ്ങനെയാണ് അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? അൽ വസീല, മധ്യവർത്തിയെ നിശ്ചയിക്കണം എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഈ ആയത്തിന് വ്യത്യസ്തങ്ങളായ തഫ്സീറുകൾ വന്നിട്ടുണ്ട്. സൽക്കർമ്മങ്ങൾ എന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മഹാത്മാക്കളെ തവസ്സുലാക്കുന്നതും ഈ ആയത്തിന്റെ പരിധിയിൽ പെടുമെന്ന് വലിയ വലിയ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ആയത്തിന് വ്യത്യസ്തമായ തഫ്സീർ വന്നാൽ പരസ്പരം വൈരുദ്ധ്യമാകാത്ത കാലത്തോളം എല്ലാ തഫ്സീറുകളും അംഗീകരിക്കണമെന്നാണ് നമ്മുടെ ഉസൂല്. ഇബ്നു തൈമിയ തന്നെ അത് ഒരുപാട് സ്ഥലങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ശംസുദ്ദീൻ സഹാബി റഹിമഹുല്ലാ, വലിയ മുഹദ്ദിസാണ്, ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനിയുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഇമാം സഹാബി റഹിമഹുല്ലാ. ആ ഇമാം സഹാബി റഹിമഹുല്ലാ അവിടുത്തെ അൽ ഖൗലുൽ ബദിഅ ഫി സ്വലാത്തി അലൽ ഹബീബി ഷഫീർ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വമിൻ ഹാദൽ ഖൗലി അത്തവസ്സുലു ഇലല്ലാഹി തആല ബിനബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വബ്തഗൂ ഇലൈഹി വസീല എന്നതിന്റെ പരിധിയിൽപ്പെട്ടതാണ് അത്തവസ്സുലു ഇലല്ലാഹി തആല ബിനബിഹി, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് ഈ ആയത്തിന്റെ പരിധിയിൽ പെടുമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ശംസുദ്ദീൻ സഹാബി റഹിമഹുല്ലാ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ശംസുദ്ദീൻ സഹാബി റഹിമഹുല്ലയെ ഒരു മുജാഹിദിനിക്കും തള്ളാൻ സാധിക്കില്ല. കാരണം ഇസ്തിലാഉൽ ഹദീസിലെ ഹദീസ് നിദാന ശാസ്ത്രത്തിലെ ആധികാരിക പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം സഹാബി റഹിമഹുല്ലാ. ഇമാം സഹാബിയുടെ ഫത്ഹുൽ മുഗീസ് എന്ന് പറയുന്ന ഇസ്തിലാഉൽ ഹദീസിന്റെ ഗ്രന്ഥം മാറ്റി വെച്ചുകൊണ്ട് ഒരൊറ്റ ഗ്രന്ഥവും പിൽക്കാലത്ത് രചിക്കപ്പെട്ടില്ല. അത്രത്തോളം ആധികാരികവും അവലംബിക്കപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇമാം സഹാബി റഹിമഹുല്ലാ. ആ ഇമാം സഹാബിയാണ് ഈ ആയത്തിന്റെ പരിധിയിൽ നമ്മൾ സുന്നികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തവസ്സുൽ പെടുമെന്ന് പഠിപ്പിക്കുന്നത്. ഇവിടെ ഇമാം സഹാബി റഹിമഹുല്ലാ പറഞ്ഞത് ഒരിക്കലും തള്ളാൻ സാധിക്കില്ല. എനിക്ക് തന്നെ ഒരു അനുഭവമുണ്ട്. നമ്മുടെ ഓൺലൈൻ സംവാദം വ്യാപകമായ കാലഘട്ടത്തിൽ ഞാൻ ഒരിക്കൽ ഒരു ഓൺലൈൻ സംവാദത്തിൽ ഇവിടെ വിസ്ഡം മുജാഹിദിന്റെ വലിയ നേതാവായ ഫൈസൽ മൗലവിക്ക് ചോദിച്ചു. ആദ്യം ബഹുമാനപ്പെട്ട ഇമാം റംലിയുടെ ഇസ്തിഹാസിന്റെ ഉദ്ധരണി വായിച്ചു. അത് വായിച്ചുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് എന്ത് പറയാണ്ട് ചോദിച്ചു. ആ സമയത്ത് ഫൈസൽ മൗലവി പറഞ്ഞു, അത് നിങ്ങൾ കൊണ്ടുപോയി കൂടി ഇറങ്ങി എന്ന് പറഞ്ഞ ഇമാം റംലിയെ ഒറ്റടിക്ക് അദ്ദേഹം തള്ളി. അതിന് തൊട്ടുടനെ ബഹുമാനപ്പെട്ട ഇമാം ശംസുദ്ദീൻ സഹാബിയുടെ ഇസ്തിഹാസുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം ഞാൻ പറഞ്ഞു. അപ്പൊ ഫൈസൽ മൗലവി ആ കിതാബ് ഏതാണ്, അത് പരിശോധിക്കണം, പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയാണ്. എന്ന് പറഞ്ഞ ഇമാം ശംസുദ്ദീൻ സഹാബിയെ ഒരിക്കലും മുജാഹിദിനിക്കെന്നല്ല ഒരു മുസ്ലിം തള്ളാൻ സാധിക്കൂല. അത്രത്തോളം വലിയ സംഭാവനകളാണ് മഹാനവറുകൾ ഈ ഹദീസ് ലോകത്തിനും ചരിത്രത്തിനും ഒക്കെ നൽകിയത്. വളരെ കൃത്യമാണ് പറഞ്ഞത്. കാരണം ഇമാം സഹാബി അവിടുത്തെ അൽ ഖൗലുൽ ബദിഅ എന്ന കിതാബില് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കുക എന്നുള്ളത് ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ ഈ ആയത്ത് നമ്മൾ എന്താണോ തവസ്സുലായി പറയുന്നത് അതിന് ഖുർആനിൽ നിന്നുള്ള ആയത്തും മഹാന്മാരായ പണ്ഡിതർ നൽകിയ വ്യാഖ്യാനവും നമ്മുടെ മുമ്പിലൂടെ കൃത്യമാണ്. ഇനി മറ്റേതൊക്കെ പ്രമാണങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ പറയാൻ കഴിയാം? തവസ്സുലിനേക്കും ഒരുപാട് തെളിവ് പറയാൻ പറ്റും. ഒരുപാട് തെളിവ് വിശുദ്ധ ഖുർആൻ തന്നെ പല സ്ഥലങ്ങളിൽ തവസ്സുൽ അംഗീകരിച്ചിട്ടുണ്ട്. ഹദീസുകളിൽ നിരവധിയുണ്ട്. ഒരുപാട് പറയാൻ പറ്റും. അത്രത്തോളം ഇത് സ്ഥിരപ്പെട്ട ഒരു സംഭവമാണ് തവസ്സുൽ എന്നുള്ളത്. ഇവിടെ എല്ലാവർക്കും നമുക്ക് പരിചിതമായ ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് കനി ഭക്ഷിച്ചു. അങ്ങനെ പിന്നീട് തൗബ ചെയ്ത് ഭൂമിയിലേക്ക് വന്നല്ലോ. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി
ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. സൂറത്തുൽ ബഖറയിലെ 37-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഫതലഖാ ആദമു, ആദം നബി അലൈഹി സ്വലാം കണ്ടെത്തിയിരിക്കുന്നു മിർ റബ്ബിഹി കലിമാത്തിൻ, റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ചില കലിമത്തുകളെ. അങ്ങനെ ഫതാബ അലൈഹി, ആ കലിമത്തുകൾ മുൻനിർത്തിക്കൊണ്ട് ആദം നബി തൗബ ചെയ്തു. ഈ ഒരു ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് എത്തിച്ച ആ കലിമത്ത് ഏതാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂന മിനൽ ഖാസിരിൻ എന്ന് പറയുന്ന ആ ഒരു ദിക്ർ, ആ സംഭവമാണ് കണ്ടെത്തിയത്. അത് ഉപയോഗിച്ചുകൊണ്ട് ദുആ ചെയ്തു. അതേപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ കാണാൻ പറ്റുന്നുണ്ട്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു തആലയോട് ഹബീബ റസൂലുള്ളാഹിയുടെ പേര് വെച്ചുകൊണ്ട് തവസ്സുലാക്കി എന്ന് ഒരുപാട് മുഫസ്സിർ രേഖപ്പെടുത്തുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഖായിദ ബാധകമാണ്. ഒരു ആയത്തിനിക്ക് വ്യത്യസ്തങ്ങളായ തഫ്സീർ വന്നാൽ എല്ലാം സ്വീകരിക്കണം. ഇവിടെ സുന്നികളെല്ലാം സ്വീകരിക്കുന്നു, മുജാഹിദുകൾ അവർക്ക് വേണ്ടത് സ്വീകരിച്ച് ബാക്കിയുള്ള തള്ളുന്നു. ഇവിടെ കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ 1324 പേജിൽ, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ അദ്ദുറുൽ മൻസൂറിൽ, ബഹുമാനപ്പെട്ട ഇമാം സമർഖന്ദി റഹിമഹുല്ലാഹ് ഹിജറ 373 വഫാത്തായ പണ്ഡിതനാണ്. മഹാനവർകളുടെ ബഹറുൽ ഉലൂം എന്ന തഫ്സീറിലും, ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് അശ്ശിഫയിലും ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹിയെ കൊണ്ടാണ് ആദം നബി തവസ്സുലാക്കിയതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം ഇബ്നു അബ്ദിസ്സലാം അൻ-നാസിരി റഹിമഹുല്ലാഹ് മൂജിബു ദാരിസ്സലാം, അങ്ങനെ തുടങ്ങിയ ഒരു 10-20ഓളം തഫ്സീറുകൾ വിശദീകരിക്കുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്യാൻ ഉപയോഗിച്ച കലിമത്തിൽപ്പെട്ട ഒരു കലിമത്ത് ഹബീബായ റസൂലുള്ളാഹിയുടെ നാമമായിരുന്നു എന്ന് പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹിയെ തവസ്സുലാക്കിക്കൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാം ദുആ ചെയ്തത്. ഈ ഒരു ആശയം കൃത്യമായി തഫ്സീറുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അവർ ചോദിക്കാറുണ്ട്, ഹദീസുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഉണ്ട്, കൃത്യമായി തന്നെ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ഇതിന്റെ കൃത്യമായ പരമ്പര ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നുൽ ജൗസി ഉദ്ധരിക്കുന്ന ആ പരമ്പരയെ പറ്റി ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ യൂസുഫ് സ്വാലിഹ് ഷാൻ പറയുന്നുണ്ട്, ബിസനദിൻ ജയ്യിദിൻ ലാ ബഅസ ബിഹി, അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാത്ത നല്ല സനദോട് കൂടി ഈ ഒരു ആശയം ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ ആദം നബി അലൈഹി സ്വലാം റസൂലുള്ളാഹിയെ കൊണ്ട് തവസ്സുലാക്കി, അത് ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാമുകൾ രേഖപ്പെടുത്തിയ വിഷയമാണ്. അതേപോലെ തന്നെ ഈ ഹദീസ് സ്ഥിരപ്പെട്ട കാര്യമാണ്. വേറെയും ഹദീസുകളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ യൂസുഫ് സ്വാലിഹ് ഷാമി ബിസനദിൻ ജയ്യിദിൻ ലാ ബഅസ ബിഹി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇമാം ഇബ്നുൽ ജൗസി ഉദ്ധരിച്ച ആ റിവായത്തിനെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ രണ്ട് തെളിവുകൾ മതി തവസ്സുൽ സ്ഥിരപ്പെടാൻ. തെളിവുകളുണ്ട്. തവസ്സുലിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര തന്നെ ധാരാളമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരുടെ വിശദീകരണ സഹിതം ഒരായത്തെ നമ്മളിവിടെ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ആദം നബിയുടെ തവസ്സുലും നമ്മളിവിടെ എന്ത് ചെയ്തു, കൃത്യമായിട്ട് നമ്മളിവിടെ അവതരിപ്പിച്ചു. അപ്പൊ ഏറെക്കുറെ ഈ വിഷയത്തിലുള്ള വിവാദങ്ങളൊക്കെ അവസാനിക്കേണ്ടതാണ്. ഇനിയും ഈ വിഷയത്തിൽ തർക്കിക്കുന്ന സംശയിക്കുന്ന ആൾക്കാർ ഒരുപക്ഷെ പ്രമാണങ്ങളിൽ അപ്പുറം അവരുടെ എന്തൊക്കെയോ ചില വാശികൾക്ക് വേണ്ടിയോ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ വാദിക്കുന്നു എന്ന് പറയാനേ പറ്റൂ. സുന്നികൾ എന്താണോ പറയുന്നത് നേരെ അതിനെതിരെ പറയുക എന്നുള്ള ഒരു സിദ്ധാന്തം മാത്രം ഉണ്ടാവും. ഇനി മറ്റെന്തെങ്കിലും പ്രമാണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രമാണങ്ങൾ ഇത് വിശദീകരിക്കാനുണ്ട്. ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാഹ് അടക്കമുള്ള ഒരുപാട് മുഹദ്ദിസുകളെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റുന്നുണ്ട്, ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്ന് പറയുന്ന സ്വഹാബി പ്രമുഖർ, കണ്ണ് കാണാത്ത സ്വഹാബിയാണ്. അവർ കണ്ണ് കാണാത്ത ഒരു വിഷയം ഹബീബായ റസൂലുള്ളാഹിയോട് പരാതി പറയുകയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ ദിക്ർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ ദിക്ർ എന്താ? ആ ദിക്ർ അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബി മുഹമ്മദിൻ നബിയ്യിർ റഹ്മ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ എന്നോട് ചോദിക്കുന്നു, വ അതവജ്ജഹു ഇലൈക, ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു, ബി മുഹമ്മദിൻ നബിയ്യിർ റഹ്മ, ഹബീബായ റസൂലുള്ളാഹിയെ കൊണ്ട് ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു. കൃത്യമായ തവസ്സുലാണ് ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ആശയം ഇമാം നവവി അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഇത് ദിക്റായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഹദീസ് സ്വഹീഹാണ്. ഒരുപാട് ഇമാമുകൾ സ്വഹീഹാക്കിയിട്ടുണ്ട്. ഇബ്നു തൈമിയ വരെ ഒരു വേണം സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ തവസ്സുൽ. നിങ്ങൾ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം പറഞ്ഞ സമയത്ത് അത് നവവി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. നമുക്കറിയാം നവവി ഇമാം അത് എവിടെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്? ഇമാം നവവി റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ അദ്കാറിലാണ് ഉദ്ധരിച്ചത്. അദ്കാർ നമുക്കറിയാം, ബൈദാറ വഷ്തരിൽ അദ്കാർ, വീട് വിറ്റിട്ടെങ്കിലും അദ്കാർ വാങ്ങണമെന്നാണ് അയിമത്ത് പഠിപ്പിച്ചത്. ആ അദ്കാറിൽ ബാബു അദ്കാരി സ്വലാത്തിൽ ഹജ്ജ,
ആവശ്യ പൂർത്തീകരണ നിസ്കാരത്തിന്റെ അദ്കാറുകൾ എന്നൊരു അധ്യായം നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ ഒരു ഹദീസ് കൃത്യമായി തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. അവിടെ ഒരു വളരെ വലിയ ഒരു മുജാഹിദുകളുടെ തട്ടിപ്പ് പൊളിയാണല്ലോ യഥാർത്ഥത്തിൽ. കാരണം മുജാഹിദുകൾ സാധാരണ ഈ സംഭവം പറയുമ്പോൾ അവർ പറയാറുണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദ്വാരക്കാൻ വേണ്ടി ആവശ്യപ്പെടുക എന്നുള്ളത്. ഇപ്പൊ നവവി ഇമാം ഇത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാലോ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നിലേക്ക് വരും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നിൽ നിർത്തി നബി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വിഷയത്തിൽ ഒന്ന് ദ്വാ ചെയ്യണം എന്ന് ആവശ്യപ്പെടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് നബി മുഹമ്മദ് പഠിപ്പിച്ചതെന്ന് ആര് പറയേണ്ടി വരും? കേരളത്തിലെ മുജാഹിദുകൾ പറയേണ്ടി വരും. അപ്പൊ ഇത് കൃത്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തായാലും അവിടുത്തെ വഫാത്തിന് ശേഷമായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുള്ള തവസ്സുലാണ് എന്ന് നവവി ഇമാം കൃത്യമായി നമുക്ക് വരച്ച് കാണിച്ചിരുന്നുണ്ട്. അത് ദിക്റായിട്ട് ചൊല്ലാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അപ്പൊ ഇനി ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ സംശയിക്കേണ്ടതുണ്ട് എന്ന് ഒരു നിലക്കും തോന്നുന്നില്ല. അവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ശ്രോതാക്കളോട് പറയുകയാണെങ്കിൽ നവവി ഇമാമിനെ ഇവർ അഹ്ലുസുന്നയുടെ പണ്ഡിതനായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് ഇവിടെ പല പുസ്തകങ്ങളിലും. അതെന്താണെന്നറിയില്ല. നവവി ഇമാമിന് ഇതുവരെ ഒരു ഷിർക്കിന്റെ ആളായിട്ടോ ബിദഅത്തിന്റെ ആളായിട്ടോ ഇവരെന്തായിട്ടില്ല, തള്ളിയിട്ടില്ല. പറയുമ്പോൾ നവവി ഇമാമ് ഇവരൊന്ന് ഷിർക്കാണെന്ന് പറയുന്ന പല സംഗതികളും പഠിപ്പിച്ച ആളാണ്, ഇവർ ബിദഅത്താണെന്ന് പറയുന്ന പല സംഗതികളും പഠിപ്പിച്ച ആളാണ്. എന്നാൽ പോലും നവവി ഇമാമിന്റെ ആ ഒരു വലുപ്പത്തിന് മുമ്പിൽ ഇവർ ചെറുതാവനെയാണ് ചെയ്തിട്ടുള്ളത്. ഇവരിപ്പോൾ നവവി ഇമാം അഹ്ലുസുന്നയുടെ പണ്ഡിതനായിട്ട് ഇവരുടെ പുസ്തകങ്ങളിലും മറ്റൊക്കെ പറയാറുണ്ട്. ആ നവവി ഇമാമ് തന്നെ വളരെ കൃത്യമായിട്ട് നമുക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്ത് ഈ ദുആ നിർവഹിക്കണം എന്ന് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ അൽ ഹിസ്നി റഹിമഹുല്ലാഹ് വലിയ പണ്ഡിതനാണ്. അവിടുത്തെ സൈറു സുലൂക്ക് എന്ന ഗ്രന്ഥത്തിൽ ഈ ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇവർ ഇന്ന് എന്തെല്ലാം പറയുന്നുണ്ടോ അതെല്ലാം ഗണ്ണിക്കുന്നുണ്ട് കൃത്യമായിട്ട്. ബഹുമാനപ്പെട്ട ഇമാം ഹിസ്നി പറയാണ്, ഈ ഹദീസ് ഒരിക്കലും റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തേക്ക് മാത്രം ബാധകമായ ഒന്നല്ല, മറിച്ച് ഈ ഹദീസ് ഒരിക്കലും ആ ഒരു സ്വഹാബിക്ക് മാത്രവും ബാധകമായതല്ല. ഇത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പറയാണ്, ബൽ ഇത്ലാഖുഹു യദുല്ലു അലാ അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം അറാദ അന്ന ഹാദ തവസ്സുല യസ്തമിറു ഫീ ഉമ്മത്തിഹി ബഅദ വഫാത്തിഹി. ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ പറയാണ്, ഈ ദുആ ഉണ്ടല്ലോ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും ബാധകമാണ് എന്ന് ആ സ്വഹാബിക്കോ ആ കാലഘട്ടത്തിനോ മാത്രം ബാധകമായ ഒന്നല്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം തഖിയുദ്ദീൻ ഹിസ്നി റഹിമഹുല്ലാഹ് അവിടുത്തെ സൈറു സുലൂക്കിൽ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഫയ്യൂമി റഹിമഹുല്ലാഹ് അവിടുന്ന് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ അവരിന്ന് പറയുന്ന ആ വാദത്തിനെ കൃത്യമായി ഗണ്ണിക്കുക, വളരെ കൃത്യമായിട്ടുള്ള ഒരു ഖണ്ഡനം മഹാന്മാരായ പണ്ഡിതന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നൽകിയിട്ടുണ്ട് എന്നർത്ഥം. അതെ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം കാര്യം വളരെ കൃത്യമാണ്. ഇത് മനസ്സിലാക്കുന്ന ശ്രോതാക്കൾക്കും ഈ വിഷയത്തിലെ നെല്ലും പതിരും വേർതിരിച്ചറിയാൻ ഇത്തരം തെളിവുകൾ ധാരാളം മതി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മളിപ്പോൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് ഈ തവസ്സുലുമായി ബന്ധപ്പെട്ട ആയത്തുകളും അതുപോലെ തന്നെ ഹദീസുകളൊക്കെയാണ്. മഹാന്മാരായ പണ്ഡിതർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പ്രതികരണങ്ങൾ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ മുഴുവൻ ഉലമാക്കളും തവസ്സുല് അംഗീകരിച്ചവരും തവസ്സുല് ചെയ്തവരും ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചവരുമാണ്. അതിൽ എല്ലാ ഇമാമികളും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എത്രത്തോളം ഞാൻ നേരത്തെ ഇമാം സഹാബിയെ പരിചയപ്പെടുത്തിയല്ലോ, ആ ഇമാം സഹാബിക്ക് സമാനമായി അല്ലെങ്കിൽ ഇമാം സഹാബിയെക്കാളും ഇസ്തിലാഉൽ ഹദീസിന്റെ വിഷയത്തിൽ ആധികാരികമായി പരിഗണിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സലാഹി റഹിമഹുല്ലാഹ് വലിയ പണ്ഡിതനാണ്. ഇമാം ഇബ്നു സലാഹി റഹിമഹുല്ലയുടെ മുഖദ്ദിമ അവലംബിച്ചുകൊണ്ടാണ് പിൻകാലഘട്ടത്തിലെ ഇസ്തിലാഉൽ ഹദീസിന്റെ മുഴുവൻ ഗ്രന്ഥങ്ങളും രചിക്കപ്പെടുന്നത്. ആ ഇബ്നു സലാഹി റഹിമഹുല്ലാഹ് അവിടുത്തെ ഫത്താവയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളെ പറ്റി പരിചയപ്പെടുന്നുണ്ട്. ആ മുഅ്ജിസത്തുകൾ എത്ര എണ്ണം മുഅ്ജിസത്തുണ്ട് എന്ന് പറയാണ്. അതിനുശേഷം മഹാൻ പറയാണ്, ഹബീബായ റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്ത് ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും മുഅ്ജിസത്തുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ശേഷം ശരിക്കാണ് വദാലിക അന്ന കറാമാത്തിൽ ഔലിയായി മിൻ ഉമ്മത്തിഹി വ ഇജാബാത്തിൽ മുതവസ്സിന ബിഹി ഫി ഹവായിദിഹിം വ മഹൂസാത്തിഹിം അഖീബ തവസ്സുലിഹിം ബിഹി ഫി ശദായിദിഹിം ബറാഹീനുൽ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാതിഹു വ മുഅ്ജിസാത്തുൽ ലഹു സവാതിഹു വലാ യഉദ്ദുഹാ അദ്ദുൻ വലാ യഹ്സുറുഹാ ഹദ്ദുൻ. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സലാഹി റഹിമഹുല്ലാഹ് പറയാണ്, ഈ ഹബീബായ റസൂലുള്ളാഹിയെ കൊണ്ട് ജനങ്ങൾ ആ പ്രയാസഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളും തവസ്സുലാക്കുമ്പോൾ ലഭിക്കുന്ന ഇജാബത്തുകൾ, ആ ഇജാബത്ത് ഹബീബായ റസൂലുള്ളാഹിയുടെ മുഅ്ജിസാത്തിൽപ്പെട്ട കാര്യമാണ്.
എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ലാ പഠിപ്പിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും ജനങ്ങൾ റസൂലുള്ളാഹിയെ കൊണ്ട് തവസ്സുൽ നടത്തുകയും ആ തവസ്സുലിന് ഉത്തരം ലഭിക്കുകയും ചെയ്യുന്നത് അത് ഹബീബായ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിൽപ്പെട്ട കാര്യമായിട്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ലാ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ചർച്ചയുടെ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി പറഞ്ഞ മഹാനായ ഇമാം ഇബ്നു സലാഹ് റഹിമഹുല്ലാ എത്ര കൃത്യമായി, എത്ര മനോഹരമായിട്ടാണ് ഈ വിഷയം അവതരിപ്പിച്ചതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് ഉത്തരം കിട്ടുമെന്നും വളരെ വ്യക്തമായി തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളിലാണ് പെടുന്നത് എന്നുകൂടി മഹാനവറുകൾ പറഞ്ഞു വെക്കുന്നു. ചുരുക്കത്തിൽ മഹാന്മാരെ കൊണ്ട് തവസ്സുലാക്കുക എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇടയാള സിദ്ധാന്തം എന്നത് ഇസ്ലാം എതിർക്കുന്നതല്ല. കേരളത്തിലെ മുജാഹിദുകൾ ഒരു കാലത്ത് പറഞ്ഞിരുന്നത് പോലെ ശിർക്കല്ല, മറ്റൊരു കാലത്ത് പറഞ്ഞതുപോലെ കറാഹത്തുമല്ല, പിന്നൊരു കാലത്ത് പറയുന്ന ബിദ്അത്തുമല്ല. മറിച്ച് ഖുർആനിന്റെ പിന്തുണയുള്ള, ഹദീസുകളുടെ പിന്തുണയുള്ള, മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇമ്മത്തുകളുടെ പിന്തുണയുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. സത്യം സത്യമായി മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.